ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമാ ജഅല അദിയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല. ദാലികും ഖൗലുകും ബി അഫ്വാഹികും. ദാലികും എന്ന് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദത്തുപുത്രന്മാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതേപോലെ തന്നെ ദത്തുപുത്രന്മാർ മക്കളാണെന്നുള്ള വർത്താനം, അതേപോലെ തന്നെ ഭാര്യമാരെ ഉമ്മമാരാക്കിയിട്ടുള്ള ബിഹാർ ചെയ്യൽ, അതേപോലെ ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ 2 കൽബുകളുണ്ട് എന്ന ജൽപ്പനം, ഇതൊക്കെ ജാഹിലിയത്തിലുള്ളതാണല്ലോ. ദാലികും ഖൗലുകും ബി അഫ്വാഹിക്കും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വായകൾ കൊണ്ടുള്ള വാക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ തൊള്ള വർത്തമാനം മാത്രമാണ്, അതിനൊരു അർത്ഥമോ യാഥാർത്ഥ്യം ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അറബിയിൽ പറയും ഖബറുൻ അലാ വറഖ്. ഖബറുൻ അലാ വറഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടിലെ പശു എന്നറിയില്ലേ നമ്മൾ, അതുപോലെ ഒരു പ്രയോഗമാണ്. ഏട്ടിലെ പശു പുല്ലൊന്നുമില്ല എന്നാണ്. എന്ന മാതിരി ഒരു യാഥാർത്ഥ്യം ഇല്ലാത്തൊരു കേവല വർത്തമാനമാണ് ദാലികും ഖൗലുകും ബി അഫ്വാഹിക്കും എന്നുള്ളത് അറിയിക്കുന്നത്. വല്ലാഹു യഖൂലുൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയും യാഥാർത്ഥ്യവും പ്രസ്താവിക്കുന്നു. വഹുവ യഹ്ദിസ് സബീൽ, അവൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സബീൽ എന്നാൽ അവിടെ ഉദ്ദേശം അസ്സബീൽ അൽ മുസ്തഖീം, നേരായ മാർഗം, ചൊവ്വായ മാർഗം, അതിലേക്ക് വഴി കാണിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുബന്ധം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങൾ, അതേപോലെ തന്നെ ഈ അബദ്ധജടിലമായ കാര്യങ്ങൾ, ഇതിൻ്റെ പിന്നാലെ പോണ്ട. ജാഹിലിയത്തിൻ്റെതൊക്കെ എന്താണ്, പല കാര്യങ്ങളും ഇതുപോലത്തെ വ്യാജങ്ങൾ, ഒരാൾക്ക് 2 കൽബ്, അതേപോലെ തന്നെ മാതാവിനോട് ഭാര്യയെ ഉപമിച്ചിട്ട് ഭാര്യയെ എന്നേക്കുമായി വിലങ്ങുക, തലാക്കില്ല, അതേപോലെ തന്നെ ഈ മക്കളെ പരിഗണിക്കുന്നത് പോലെ അനന്തര സ്വത്ത് നൽകി, അതേപോലെ തന്നെ മറ്റു വൈവാഹിക ബന്ധങ്ങളുടെ വിഷയത്തിൽ, അതേപോലെ കുടുംബബന്ധ വിഷയങ്ങളിൽ മക്കൾക്കുള്ളതെന്നാണ്, അതേപോലെ ദത്തുപുത്രന്മാരെ സ്വീകരിച്ചിട്ട് അങ്ങനെ നൽകുക, ഇങ്ങനത്തെ പല പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, ഈ ദുഷിച്ച ചില അനുകരണങ്ങളും വർജ്യമായ ചില ആചാരങ്ങളാണ്. അതിൻ്റെ പിന്നാലെ പോണ്ട. വഹുവ യഹ്ദിസ് സബീൽ, അള്ളാഹു ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, നിങ്ങൾ അത് വിട്ടിട്ട് ഈ ചൊവ്വായ മാർഗത്തിലേക്ക് വരൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു പറയാണ് ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീൻ വമവാലീകും വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅതും ബിഹി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുകും വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഉദ്ഉഹും, അവരെ നിങ്ങൾ വിളിക്കൂ. ഉദ്ഉഹും എന്നാണ് അവരെ നിങ്ങൾ വിളിക്കുക, ചേർത്ത് വിളിക്കുക എന്നൊക്കെ. ഉദ്ഉഹും ആരിലേക്ക് ചേർത്ത് വിളിക്കുക? ലി ആബാഇഹിം. ലി ആബായി എന്ന് പറഞ്ഞാൽ ഇല ആബായിം എന്നർത്ഥത്തിൽ അവരുടെ ഉപ്പമാരിലേക്ക്, പിതാക്കളിലേക്ക്. അവിടെ ഈ ഹും എന്ന് പറഞ്ഞാൽ എന്താ? ഹും ലി ആബാഇഹിം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് അയാര്? ആ ദത്തുപുത്രന്മാർ. ഈ ദത്തുപുത്രന്മാരെ നിങ്ങൾ ചേർത്ത് വിളിക്കുക. ഉദ്ഉഹും, അവരെ ചേർത്ത് വിളിക്കുക. ലി ആബായിം, അവരുടെ വാപ്പന്മാരിലേക്ക്. ഹുവ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാക്കളിലേക്ക് ഈ ദത്തുപുത്രന്മാരായി സ്വീകരിച്ചവരെ ചേർത്ത് വിളിക്കുക എന്നത്. ഹുവ, അത് അഖ്സതു ഇൻദല്ലാഹ്. അഖ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അഖ്വം, ചൊവ്വായത്, അല്ലെങ്കിൽ ആദൽ, നീതിപൂർവമായത്, അല്ലെങ്കിൽ അഖിയർ, ഏറ്റവും ഉത്തമമായത്. ഹുവ, ഈ പിതാക്കളിലേക്ക് മക്കളെ ചേർത്ത് വിളിക്കുക എന്നുള്ളതാണ് അഖ്സതു ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ചൊവ്വായത്, അല്ലെങ്കിൽ നീതിപൂർവകമായത്, അല്ലെങ്കിൽ ഉത്തമമായത്. അഖ്സത്ത് എന്നുള്ളതൊരു വിശാലാർത്ഥമുള്ള പ്രയോഗം പറയാതെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഹദീസിൽ കാണാം, ഇമാം ബുഖാരി അടക്കമുള്ളവർ പറഞ്ഞ ഹദീസിൽ കാണാം, ഞങ്ങൾ സെയ്ദ് ബിനു ഹാരിസയെ, സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ
സെയ്ദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ ആയത്തിറങ്ങുന്നത് വരെ, ഈ ആയത്തിറങ്ങിയതോടുകൂടി പിന്നെന്താ പറയുന്നത്, ഇവരെ ഉദൂഹും, ഇവരെ നിങ്ങൾ വിളിക്കണം, ചേർത്ത് വിളിക്കണം. ആരിലേക്ക് ചേർത്ത് വിളിക്കണം? ലി ആബാഇഹിം, അവരുടെ വാപ്പമാരിലേക്ക്. ഇപ്പോൾ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു സെയ്ദ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ആയത്തിറങ്ങിയതോടുകൂടി സെയ്ദ് ബിൻ മുഹമ്മദ് എന്നുള്ളത് നിർത്തിയിട്ട് സെയ്ദ് ബിൻ ഹാരിസ എന്ന് വിളിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ മറ്റുള്ള ഹദീസിൽ കാണാം, ഈ ദത്തുപുത്രന്മാരൊക്കെ ഞങ്ങൾ അവരുടെ മൗലമാരിലേക്ക് ചേർത്താണ് വിളിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ആമിർ ബിൻ റബിയായ ആമിർ ബിൻ അൽ ഖത്താബ് എന്നാണ് വിളിച്ചിരുന്നത്. അൽ മിഖ്ദാദ് ബിൻ അംറിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് അൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ് എന്നായിരുന്നു. അസ്വദ് വാപ്പ അല്ല, വാപ്പ അംറാൻ. പക്ഷേ പിന്നെ പിന്നെ ഈ അസ്വദിലേക്ക് ചേർത്താണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ സാലിമിനെ വിളിച്ചിരുന്നത് പിന്നെ വാപ്പയിലേക്ക് ചേർത്തല്ല, അബൂ ഹുദൈഫയിലേക്കാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ ചിലരെ പറഞ്ഞില്ലേ, ഈ ആയത്തിറങ്ങിയതോടുകൂടി ഉദൂഹും, നിങ്ങൾ ഇവരെ ചേർത്ത് വിളിക്കുക, ഈ അബാഹിം, അവരുടെ വാപ്പന്മാരിലേക്ക് എന്നുള്ള ആയത്തിറങ്ങിയതോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് നിർത്തി. ഞങ്ങൾ അവരുടെ വാപ്പന്മാരിലേക്ക് ചേർത്ത് വിളിച്ചു എന്നാണ്. സെയ്ദ് ഇബ്നു ഹാരിസയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഷോക്കാണ്, വലിയൊരു ഷോക്കാണ്. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനാർഹമായ ഒരു വിഷയമായിരുന്നു അദ്ദേഹം സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വിളിക്കുക എന്നുള്ളത്. പക്ഷേ അത് സെയ്ദിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ പിന്നെ ഒരു ഉത്തമമായ കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഏറ്റവും ഉത്തമമായത് അള്ളാഹിൻ്റെ അടുക്കൽ എന്താണ്, അത് വാപ്പന്മാരിലേക്ക് അവരെ ചേർത്ത് വിളിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? സെയ്ദ് ഇബ്നു ഹാരിസ ഇബ്നു ഷറാഹീൽ പിന്നെ അൽ കെൽബി, അദ്ദേഹം ബനു കെൽബ് ഗോത്രക്കാരനാണ്. ഇദ്ദേഹം ഈ ആയത്ത് കൊണ്ട് പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ട മഹാനാണ്, ഉദൂഹും ലി ആബാഇഹിം. കാരണം എന്താ, ഇവിടെ ഇനി സൂറത്തിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം വരും. ഇവിടെ ഈ ദത്തുപുത്ര സമ്പ്രദായം അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുമ്പോൾ അതിൽ പ്രധാനം ഉദ്ദേശിക്കുന്ന ആരെയാണ്? സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം സെയ്ദ് മക്കയിൽ അറിയപ്പെട്ടിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് തന്നെയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ 2 സഹാബിമാരെ കുറിച്ചാണ് ഇമാം ദഹബി സിയർ ആലാമിൻ നുബലായിൽ പറയുന്നത്. ലം യുസമ്മില്ലാഹു ഫി കിതാബിഹി സഹാബിയൻ ബി ഇസ്മിഹി ഇല്ലാ സെയ്ദൻ വ എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് പറഞ്ഞ സഹാബി 2 പേർ, അതൊന്ന് സെയ്ദാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊന്നാരാ? വേറെ സഹാബി ആരാ അള്ളാഹു പേര് പറഞ്ഞ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് ഇനി മുസ്ലിമായി മരിക്കുന്നവനാണല്ലോ സഹാബി. ഒരു സഹാബി സെയ്ദാണ്, അത് സെയ്ദ് ബിൻ ഹാരിസ. വേറെ സഹാബി ഉണ്ട്, അതാരാ? നമ്മളാരും കുളർക്കൂല്ല. അത് ആരാടെ പേര് പറയുള്ളത്? ദഹബി പറയുന്നത് 2 ആളുണ്ട് എന്നാണ്. അതൊന്ന് ഈസ ബിൻ മറിയമാണ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ശരിയാണ്. പക്ഷേ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മാനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തനുസരിച്ചാണ് ജീവിക്കുക, നിസ്കരിക്കും, നോമ്പെടുക്കും, ഹജ്ജ് ചെയ്യും. എന്നിട്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വെച്ച് മരണം വരിക്കും. അതുകൊണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം സഹാബിയാണ്. അതാണ് ഇമാം ദഹബി പറയുന്നത്. അദ്ദേഹം അതിൻ്റെ വിഷയം പറയുന്നുണ്ട്. 2 സഹാബികളാണ് പറഞ്ഞതെന്നുള്ളത്. സെയ്ദ് ബിൻ ഹാരിസ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വർഗത്തിൽ ഒരു ജാരിയത്തൻ ശാബത്തൻ എന്നാണ്, ഒരു പിന്നെ യുവതിയെ കണ്ടു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ചോദിച്ചു എന്നാണ്, ലിമൻ അൻതി, നിങ്ങൾ ആരുടെ ജാരിയത്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു എന്നാണ്, ലി സെയ്ദ് ബിൻ ഹാരിസ, ഞാൻ സെയ്ദ് ബിൻ ഹാരിസയുടേതാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഹദീസ് സഹിഹാണ്. അത് ഇമാം ദഹബി ഉദ്ധരിക്കുന്നുണ്ട്. വളരെ പ്രത്യേകതകളും സവിശേഷതകളുള്ളൊരു മഹാനാണ് സെയ്ദ് ബിൻ ഹാരിസ അൽ കൽബി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പിന്നെ ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഇവിടെ ഈ ഹുവ അഖ്സത്തു ഇൻദല്ലാ എന്നുള്ളതുണ്ടല്ലോ, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ചൊവ്വായതും നീതിപൂർവകമായതും ഉത്തമമായതും അതാണെന്ന് പറയാൻ കാരണം പിന്നെ വാപ്പന്മാരിലേക്ക് ചേർത്തിട്ട് മക്കളെ പറയലാണ് എന്നുള്ളത് പറയാൻ കാരണം സെയ്ദിൻ്റെ വിഷയം തന്നെയാണ്, പ്രധാനം സെയ്ദിൻ്റെ വിഷയമാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു അംഗീകാരം ദുനിയാവിൽ ലഭിച്ചതായിരുന്നു സെയ്ദ് ബിൻ മുഹമ്മദ്. അത് അദ്ദേഹത്തിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. അതിൽ അദ്ദേഹത്തിന് വലിയ വിഷയം ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഉത്തമമായി തോന്നിയിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കലാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് അഖ്സത്ത്, ഏറ്റവും ഉത്തമം, അത് ഏറ്റവും നീതിപൂർവ്വവും വാപ്പാരിലേക്ക് ചേർത്ത് വിളിക്കുക എന്നുള്ളതാണ്.
എന്നുള്ളത് അവിടെ പിന്നെ സമ്മതിപ്പിക്കുകയാണ്. ഈ സെയ്ദ് ബിൻ ഹാരിസ അദ്ദേഹം യഥാർത്ഥത്തിൽ ബനു കെൽബ് ഗോത്രക്കാരാണ്. ബനു കെൽബ് എന്ന് പറഞ്ഞെങ്കിൽ അവർ വസിച്ചിരുന്നത് യമനികളാണ്. അവർ അസിൽ ഈ കഹ്താനികളാണ്. കഹ്താനികളിലെ ഖുദാ ഗോത്രം നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സബൈൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ. ഖുദാ ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമാണ് ബനു കെൽബ്. ഈ ബനു കെൽബിൽ വളരെ പ്രശസ്തരായ പ്രമുഖരായ പലരും കഴിഞ്ഞു വരുന്നുണ്ട്. ഇവർ ജീവിച്ചിരുന്നത് അറേബ്യൻ ഉപദ്വീപിൽ ജസീറത്തുൽ അറബിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇവരുണ്ടായിരുന്നത്. ഇന്നത്തെ തബൂക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഫലസ്തീൻ്റെ ആ ഭാഗം അങ്ങോട്ടായിരുന്നു ഇവർ വസിച്ചിരുന്നത്. സെയ്ദ് ബിൻ ഹാരിസൻ്റെ ഉമ്മ, പിതാവ് ഗോത്രം ബനു കെൽബ്, കെൽബികളാണ്. ഉമ്മ തയ്യ് ഗോത്രക്കാരാണ്. തയ്യ് ഒരിക്കൽ ഈ സെയ്ദ് ബിൻ ഹാരിസ ബനു കെൽബ് ഗോത്രത്തിൽ നിന്ന് ഉമ്മയുടെ പിന്നെ കുടുംബക്കാരുടെ അടുക്കൽ ആയിരിക്കെ, തയ്യ് ഗോത്രത്തിലായിരിക്കെ, ആ തയ്യ് ഗോത്രത്തെ ഒരു സംഘം അറബികൾ ആക്രമിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ളവരൊക്കെ ബന്ദിയായി പിടിച്ചു. അന്നത്തെ കാലം അതാണ്, ഇസ്ലാമിന് മുമ്പ് എത്രയോ മുമ്പാണ്. അന്ന് സെയ്ദ് കുട്ടിയാണ്, അക്രമിയായിട്ട് പിടിച്ചു, ബന്ദിയായിട്ട് പിടിച്ചു. സെയ്ദ് റളിയല്ലാഹു തആല ബനു കെൽബ് ഗോത്രത്തിലെ മെമ്പർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ ശാരീരിക കാന്തിയും സുന്ദരന്മാരുമാണ്. മുആവിയ റളിയല്ലാഹു തആലൻ്റെ ഭാര്യ മൈസൂൺ ബിന്ത് ബഹദൽ കെൽബിയ, അതിലാണ് യസീദൊക്കെ കുട്ടി ഉണ്ടായത്. അവരൊക്കെ വളരെ അറിയപ്പെട്ട വലിയ ചരിത്രമുള്ള ഗോത്രമാണ് ബനു കെൽബ് ഗോത്രം. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഉമ്മൻ്റെ കുടുംബത്തിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെടുകയും ഇദ്ദേഹത്തെ ബന്ദിയായിട്ട് പിടിച്ച്, അങ്ങനെ പിടിച്ച് സൂക്കുക്കാതിൽ കൊണ്ടുവന്നിട്ട് വിറ്റ്. അന്നത്തെ കാലം അങ്ങനെയാണ്, കുട്ടിയെ സൂക്കുക്കാതിൽ കൊണ്ടുവന്നിട്ട് വിറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരിക്കൽ മക്കയിൽ പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരുടെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിന്നെ പിതൃവ്യ പുത്രൻ ഹക്കീം, ഖദീജ ബിന്ത് ഖുവൈലിദാണ്. ഹക്കീം ഇബ്നു ഹിസാം ഇബ്നു ഖുവൈലിദാണ്. അപ്പോൾ ഈ ഹക്കീം ബിൻ ഹിസാമിൻ്റെ വാപ്പയും ഖദീജ റളിയല്ലാഹുവിൻ്റെ ഉപ്പയും ഖദീജ റളിയല്ലാഹുവിന് ആങ്ങളിമ്മങ്ങളാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആല തൻ്റെ സഹോദരപുത്രനോട് ഹക്കീമിനോട് ഇങ്ങനെ ഒരു മൗലനെ വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അടിമേനെ വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്രായമുള്ള ഒരു അടിമനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഹക്കീം സൂക്കുക്കാതിൽ ചെന്നിട്ട് എന്ത് ചെയ്യണത്? ഈ സെയ്ദിനെ കാണുന്നത്. സെയ്ദിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹക്കീം എന്ത് ചെയ്തു? അതിനെ വാങ്ങി എന്നിട്ട് ഖദീജയോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഇല്ലെങ്കിൽ എനിക്ക് വേണം എന്ന് പറയണം. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയാണ് സെയ്ദിനെ സ്വീകരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ സെയ്ദിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു തആല നൽകുകയാണ് ചെയ്തത്, സമ്മാനിക്കുകയാണ് ചെയ്തത്. അതിൽ കുറേ ചരിത്രങ്ങളുണ്ട്, രസകരമായ കുറേ ചരിത്രം. എന്തായാലും പിന്നെ സെയ്ദ് റളിയല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല. ചരിത്രത്തിൽ ഇമാം ഇബ്നു മർദവയി ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ സെയ്ദ് ഒരിക്കൽ അബൂ താലിബിൻ്റെ സാർത്ഥവാഹക സംഘവുമായിട്ട് ഷാമിലേക്ക് പോയപ്പോൾ ഷാമിലേക്ക് പോകുന്ന വഴിയിലാണ് ആരുള്ളത്? ഈ ബനു കെൽബ് ഗോത്രമുള്ളത്. അപ്പോൾ തൻ്റെ ഗോത്രക്കാരിലൂടെയാണ് ഈ പോണത്. സെയ്ദ് പോണത്, ഷാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഷാമിൽ വെച്ച് ഈ ബനു കെൽബ് ഗോത്രത്തിലെ സെയ്ദിൻ്റെ പിതൃ സഹോദരൻ, സെയ്ദിൻ്റെ വാപ്പാനാണ് ഹാരിസ അല്ലേ? പിന്നെ വാപ്പാൻ്റെ സഹോദരൻ്റെ പേരാണ് കാബ്. പിതൃ സഹോദരൻ കാബ് ഇങ്ങനെ സെയ്ദിനെ കാണുകയാണ്. സെയ്ദിനെ ഇവർക്ക് കുട്ടിയാകുമ്പോൾ നഷ്ടപ്പെട്ടതാണ്. പിന്നെ സെയ്ദിനെ കാണുന്നത് കുറേ പ്രായമായിട്ട് ഒരു കച്ചവട സംഘത്തെ നയിച്ച് കച്ചവട സംഘത്തിൻ്റെ കൂടെ പോണതാണ്. അപ്പോൾ പിന്നെ ഈ കാബ് സെയ്ദിനെ കണ്ടപ്പോൾ ചോദിച്ചു, മിമ്മൻ അൻസ് എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മിൻ ഐന അൻസാർ. അപ്പോൾ പറയണ മിൻ അഹ്ലി മക്ക, ഞാൻ മക്കാരനാണെന്ന് പറയണം. അപ്പോൾ മിൻ അൻഫുസിഹിം, മക്കാരിൽ പെട്ട ആളെന്ന് ചോദിക്കണം. അപ്പോൾ പറയാണ് അല്ല എന്ന് പറയണം. അപ്പോൾ ചോദിക്കണം മിമ്മൻ അൻസ്. അപ്പോൾ പറഞ്ഞു മീൻ ബനി കെൽബ്, ഞാൻ ബനു കെൽബ് ഗോത്രക്കാരനാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ അറബിയാണ് അജമിയാണ് ചോദിക്കുന്നത്. അറബ് അമീനൽ അജം ചോദിക്കുന്നുണ്ട്, അറബിയാണ് അനറബിയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിയണ അറബിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് പിന്നെ മിമ്മൻ ആരിൽ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ബനു കെൽബ്. അപ്പോൾ ബനു കെൽബിൽ നിന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ബനു കെൽബിൽ കുറേ ഉപഗോത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ മീൻ ബനി അബ്ദൂൻ, ഞാൻ ബനു അബ്ദൂൻ എന്ന ബനു കെൽബിൻ്റെ ഉപഗോത്രത്തിൽപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ വാപ്പ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എൻ്റെ വാപ്പ ഹാരിസ ഇബ്നു ഷറാഹിലാണെന്ന് പറയുന്നുണ്ട്. ഹാരിസ ഇബ്നു ഷറാഹിൽ. അപ്പോൾ ഉമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉമ്മൻ്റെ പേര് സുഹദ എന്നാണ്. സുഹദ അവർ തയ്യ് ഗോത്രക്കാരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കാബിന് മനസ്സിലായി. അപ്പോൾ ഇബ്നു ഹാരിസ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കെട്ടി പിടിച്ചു എന്നാണ്. അങ്ങനെ വാപ്പ ഹാരിസനെ വിളിച്ചിട്ട് കാണിച്ചതാണ്. ആരെ കാണിച്ച്? ഈ പിന്നെ സെയ്ദ് റളിയല്ലാഹുവിനെ കാണിച്ചു. അന്നത്തെ കാലത്ത് അങ്ങനെ ഇവിടെ കണ്ടു വിചാരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റൂല.
അന്നത്തെ സാമൂഹിക സമ്പ്രദായങ്ങൾ അങ്ങനെയാണ്. ഇദ്ദേഹം മൗലയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവർ മക്കാർ വിലക്ക് വാങ്ങിയതല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ ഇനി ഈ സെയ്ദിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ദായധനം നൽകിയൊക്കെ വാങ്ങണം. അപ്പം ഇവർക്ക് എന്താ ഇതോടുകൂടി മനസ്സിലായി, പിന്നെ ഹാരിസക്കും കാബിനും മനസ്സിലായി തങ്ങളുടെ മകനാണ് ഇത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ചോദിക്കുന്നുണ്ട് മക്കയിൽ എവിടെയാണ് അപ്പോൾ ആരുടെ അടുക്കലാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദിൻ്റെ അലൈഹിസ്സലാം അവിടെയാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായല്ലോ. പിന്നെ എന്ത് ചെയ്തു, സെയ്ദ് മടങ്ങി. ഈ ഹാരിസക്ക് സെയ്ദും അതേപോലെ വേറെ സഹോദരനും ഉണ്ട്, കൊണ്ടത് അബ്ദുള്ള എന്നാണ് പേര് തോന്നുന്നു. എന്തായാലും ഈ പുത്രവിയോഗത്തിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ അന്വേഷിച്ചിട്ടുണ്ട് സെയ്ദിനെ നഷ്ടപ്പെട്ടതിൽ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ബക്കൈതു അലാ സെയ്ദിന് വലം അദ്രി മാ ഹസൽ അഹയ്യുൻ ഫയുർജ അം അതദൂനഹുൽ അജലു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ട് സെയ്ദിനെ നഷ്ടപ്പെട്ടതിൽ. സെയ്ദിന് വേണ്ടി ഞാൻ എത്രയാണ് കരഞ്ഞത്, സെയ്ദിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാൻ കഴിയണില്ല. അഹയ്യുൻ ഫയുർജ അം അതദൂനഹുൽ അജലു, സെയ്ദ് ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ സെയ്ദിനെ പ്രതീക്ഷിച്ച് ഇനിയും കഴിയാം, അതല്ല സെയ്ദിന് മരണം ഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ പാടിയ കവിതകൾ കാണാൻ സാധിക്കും, വലിയൊരു കവിത. അപ്പം അത്രയും അവർക്ക് എന്തുണ്ടെങ്കിൽ വേദന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെയ്ദിൻ്റെ ഉമ്മയായ സോദ എന്ന് പറയുന്ന മഹദിക്കുണ്ടായ വിഷമമൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും പിന്നെ ഇവർ സെയ്ദിനെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്, മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ മക്കയിലേക്ക് വരുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നബിയായിട്ടില്ല. പിന്നെ ഇവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞങ്ങൾ നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ബനു ഹാഷിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ നല്ല കുടുംബമാണെന്ന് കേട്ടിട്ടുണ്ട്, സെയ്ദൻ്റെ മകനാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ എത്രയാണോ ഫിദാ ചോദിക്കുന്നത് അത്ര ഫിദാ തരാം. ഫിദാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായുധനം, മോചനദ്രവ്യം. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട അതിനൊന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ നല്ലൊരു കാര്യം പറഞ്ഞു തരാം, നമുക്ക് സെയ്ദിന് ഖിയാർ നൽകാം. സെയ്ദിന് ഖിയാർ നൽകിയിട്ട് സെയ്ദിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയണം. അങ്ങനെയാണ് സെയ്ദിൻ്റെ ഉപ്പയും പിതൃ സഹോദരൻ കാബും അതേപോലെ സഹോദരനും ഉണ്ട്. അങ്ങനെ അവർ കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് ചോദിക്കുകയാണ്, പിന്നെ യാ സെയ്ദ് മൻ ഹാദ, പറയുന്നത് ഹദ അബി, മൻ ഹാദ ഹദ അമ്മി, മൻ ഹാദ ഹദ അഖി, ഇത് സെയ്ദ് പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, സെയ്ദ് ഇഖ്തർ മൻ ശിഅ്ത്, ഹാദ അബൂക വഹാദ അമ്മുക വഹാദ അഖൂക്, ഇതാ നിൻ്റെ വാപ്പ, ഇതാ നിൻ്റെ വാപ്പാൻ്റെ സഹോദരൻ, ഇതാ നിൻ്റെ സഹോദരൻ, ഇഖ്തർ മൻ ശിഅ്ത്. പിന്നെ വ അന മൻ അറഫ്ത്, ഞാനും ഉണ്ട്, ഞാൻ ആരാണെന്നുള്ളത് താങ്കൾ അനുഭവിച്ചറിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വേണോ ഇവർ വേണോ, ഇഖ്തർ മൻ ശിഅ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ നിവേദനത്തിൽ ഫദമഅത് ഐന സെയ്ദിൻ, സെയ്ദിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊലിച്ചു എന്നാണ്. അതേ കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അനബി മുഖ്താരിൻ അലൈക അഹദൻ അബദൻ, അങ്ങയേക്കാൾ ഞാൻ ആരെയും ഒരിക്കലും തിരഞ്ഞെടുക്കില്ല എന്ന് പറഞ്ഞ് അവർ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തേക്ക് സെയ്ദ് മാറി നിന്നു. അങ്ങനെ അപ്പോൾ വാപ്പ ചോദിക്കുന്നുണ്ട്, പിന്നെ സെയ്ദ് നീ ഈ ഒരു അടിമത്തം സ്വതന്ത്രത്തേക്കാൾ തിരഞ്ഞെടുക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ സൽചര്യയെക്കുറിച്ചൊക്കെ സെയ്ദ് അവിടെ വാചാലാകാണ്. അപ്പോൾ പിന്നെ ഇത്രമാത്രം ഒരു സ്വാധീനത്തിലും അതല്ല ഈ സ്വാതന്ത്ര്യത്തിലും അതേപോലെ തന്നെ സുഖത്തിലുമാണ് സെയ്ദെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ചെയ്യണം. അവർ സെയ്ദിനെ നിസ്രാസം തങ്ങളുടെ അടുക്കലാക്കിയിട്ട് തിരിച്ചു പോവാണ്. അതല്ലേ, ഇത് വലിയൊരു ആൾക്കൂട്ടത്തിൽ സംഭവിച്ചൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനെ ഈ വാപ്പയും എളാപ്പയും സഹോദരനും ഉള്ള സദസ്സിൽ വെച്ച് ആളുകളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, ഹാദാ ഇബ്നി സെയ്ദുൻ, ഇതെൻ്റെ മകൻ സെയ്ദാണ്, അന അരിസു അല്ല വഹുവ എരിസുനി, അതാണ് വഹുവ എരിസുനി, ഈ സെയ്ദ് എന്നെ അനന്തരമെടുക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അന്നാൾ മുതൽ, അതാണ് അന്നാൾ മുതലാണ് സെയ്ദ് ആരായത്, സെയ്ദ് ബിനു മുഹമ്മദ് ആയത്. മക്കയിൽ സെയ്ദ് ബിനു മുഹമ്മദ് എന്ന് മാത്രമായിരുന്നു ഈ സെയ്ദ് വിളിക്കപ്പെട്ടിരുന്നത്. അത് ഏതുവരേക്ക് തുടർന്നു, മക്ക നിസ്ലാസം തങ്ങളുടെ മക്കയിലെ 13 വർഷ കാലഘട്ടം തുടർന്നു. പിന്നെ മദീനയിലേക്ക് സൂറത്ത് അഹ്സാബ് ഇറങ്ങുന്നത് വിശുദ്ധ മദീനയിലെ, മദീനയിൽ ഹിജ്റയുടെ എത്രയിലായി പിന്നെ ഇറങ്ങുന്നത്, ഹിജ്റയുടെ 5ൻ്റെ തുടക്കത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ 5ലാണ്, അല്ലെങ്കിൽ 4-നൊടുവിൽ ഒക്കെയാണ് സൂറത്ത് അഹ്സാബ് ഇറങ്ങുന്നത്. അതുവരേക്കും സെയ്ദ് ആരാണ്, സെയ്ദ് ബിൻ മുഹമ്മദാണ്. എത്രയോ വർഷങ്ങൾ
സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു ഇദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത് ഉദ്ഊഹും ലി ആബാഇ, ഇവരെ വാപ്പമാരിലേക്ക് നിങ്ങൾ ചേർത്ത് വിളിക്കൂ. എന്നിട്ട് അനുബന്ധം പറയുന്നത് ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അത് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും എന്താണ് നീതിപൂർവകമാണ്. നിങ്ങൾക്കൊരു വേള അതിലൊരു സെയ്ദിനെ ഉദ്ദേശിച്ച് പറയാണ്, നിങ്ങൾക്കൊരു വേള സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കൽ നിങ്ങൾക്ക് ചിലപ്പം ശരിയായിരിക്കാം, നിങ്ങളുടെ ദൃഷ്ടിയിൽ നേരായിരിക്കാം. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ചൊവ്വായതും ഏറ്റവും നീതിപൂർവകമായതാണല്ലോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് അവരെ വാപ്പമാരിലേക്ക് ചേർത്ത് വിളിക്കലാണ് എന്ന് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്. കാരണം ഇനി ഇതിനെ തുടർന്ന് ചില വിഷയങ്ങൾ അന്ധവിശ്വാസങ്ങൾ തീർക്കാനുണ്ട്. അത് നമുക്ക് ഈ സൂറത്തിൽ വരും. മാത്രമല്ല ഈ ആയത്ത് നോക്കി, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഉണ്ടല്ലോ, ഇത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ബിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിശ്വാസികൾക്ക് തങ്ങളെക്കാൾ അടുത്തവൻ എന്ന് പറയുന്നുണ്ടല്ലോ. അതും ഈ സെയ്ദിനെ ആശ്വസിപ്പിക്കാനാണ്. ഇതിപ്പോൾ വാപ്പയിലേക്ക് സെയ്ദ് ബിനു മുഹമ്മദ് എന്നുള്ളത് സെയ്ദ് ബിൻ ഹാരിസയിലേക്ക് ചേർത്ത് പറയണമെന്ന് അറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിൽ നിന്ന് പറ്റ അടർത്തപ്പെട്ടു എന്ന് പറയാൻ വിചാരിക്കണ്ട. പിന്നെയോ എന്തായാലും അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത് ആരെ ആശ്വസിപ്പിക്കാനാണ്? പ്രധാനമായിട്ടും സെയ്ദിനെ ആശ്വസിപ്പിക്കാനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഒരു വിഷയം അവിടെ പറയാം. ഏതായാലും ഇവിടെ ഈ ദത്തുപുത്ര സമ്പ്രദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കി വിരോധിച്ചു. എന്നിട്ട് ദത്തുപുത്രന്മാരെ അവരുടെ വാപ്പമാരിലേക്ക് ചേർത്ത് വിളിക്കാൻ ഉദ്ഊഹും ലി ആബാഇ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇസ്ലാമിൽ ഈ വാപ്പമാരില്ലാത്തവരിലേക്ക് മക്കളെ ചേർക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കുറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർഗബു അൻ ആബാഇക്കും, വാപ്പമാരിൽ നിങ്ങൾ വിരക്തരാകരുത്. മൻ റഗിബ അൻ അബീഹി ഫഹുവ കുഫ്റുൻ, വാപ്പമാരിൽ നിന്ന് വിരക്തരാകുന്നത് കുഫ്റാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മക്കല്ലാഹ്, ഒരാൾക്ക് വാപ്പ അറിയപ്പെട്ടവനാണെങ്കിൽ പിന്നെ ആ വാപ്പയിലേക്ക് ചേർത്താണ് പറയേണ്ടത്, വാപ്പയുടെ തള്ളാൻ പാടുള്ളതല്ല. മൻ ഇദ്ദഅ അല ഗൈരി അബീഹി അല്ലെങ്കിൽ ഇല ഗൈരി അബീഹി എന്നാണ്. ഒരാൾ തൻ്റെ വാപ്പ അല്ലാത്തവരെ ജൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ സ്വന്തം വാപ്പാനെ തള്ളി പറയാണ്, എന്നിട്ട് വേറെ വാപ്പാരെ ജൽപ്പിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് അഫ്റൽ ഫിറ അല്ലെങ്കിൽ അളമുൽ ഫിരിയ എന്നൊക്കെയാണ്. ഏറ്റവും വലിയ വ്യാജം എന്നാണ് പറഞ്ഞത്, ഏറ്റവും വലിയ കള്ളമാണ് എന്ത്? വാപ്പമാരില്ലാത്തവരിലേക്ക് തങ്ങളെ ചേർത്ത് വിളിക്കുക എന്നുള്ളത്. ചില നിവേദനങ്ങളിൽ ഫൽ ജന്നത്തു അലൈഹി ഹറാം, അങ്ങനെ വിളിക്കുന്നവർക്ക് സ്വർഗം ഹറാമാണ്. അല്ലാഹുമ്മ ജന്ന, സ്വർഗം ഹറാമാണ് എന്ന് പറഞ്ഞു വാപ്പമാരില്ലാത്തവരിലേക്ക് തങ്ങളെ ചേർത്ത് പറയുന്നവർ. അതേപോലെ തന്നെ ഒരു ഹദീസിൽ ലം യരിഹ് റായിഹത്തൽ ജന്ന എന്നാണ്. മൻ ഇദ്ദഅ ഇലാ ഗൈരി അബീഹി, ഒരാൾ തൻ്റെ വാപ്പയല്ലാത്തവരിലേക്ക് തന്നെ ചേർത്താൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കൂല എന്നാണ്. അള്ളാഹു കാക്കട്ടെ. ഫൈന റീഹഹു ലതൂജദു മിൻ മസീറത്തി 70 ആമൻ എന്നൊക്കെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ വലിയ വിഷയമാണ് എന്ത്? ഈ വാപ്പമാരില്ലാത്തവരിലേക്ക് ചേർക്കുക എന്നുള്ളത്. ഈ പിന്നെ ഇവിടെ സുഹൈബ് ബിൻ റൂമിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഹദീസുകളിൽ കാണാം. സുഹൈബിൻ റൂമിയെക്കുറിച്ച് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറയും, ലാ തദ്ദഇ ഇലാ ഗൈരി അബീക്, വാപ്പല്ലാത്തവരിലേക്ക് ചേർത്ത് പറയരുത് എന്ന് പറയുന്നതാണ് സുഹൈബിൻ റൂമിയെ. കാരണം ഈ സുഹൈബ് റൂമി, അദ്ദേഹം റൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റോമക്കാരൻ എന്നല്ലേ സുഹൈബിൻ റൂമി. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബം ചെന്ന് ചേരുന്നത് അന്നമീർ ബിനു ഖാസിത്ത് എന്നിവരിലേക്ക് ചേർത്താണ് അദ്ദേഹം പറയാറുള്ളത്. ഈ അന്നമീർ ബിൻ ഖാസിത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇറാഖിലെ മൗസൽ ദേശത്ത് ഒരു അറബി കുടുംബമാണ്. സുഹൈബിനു റൂമി, അദ്ദേഹം റോമക്കാരന് പേരിൽ തന്നെ ഉണ്ട്. പിന്നെ അദ്ദേഹം എങ്ങനെ അന്നമീർ ബിൻ ഖാസിത്തിലേക്ക് തന്നെ ചേർക്കുക? അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറയാറുണ്ട് ഇദ്ദേഹത്തോട്, പിന്നെ നിങ്ങൾ പിന്നെ വാപ്പല്ലാത്തവരിലേക്ക് നിങ്ങൾ ചേർത്ത് പറയരുത്, നിങ്ങൾ റോമക്കാരനല്ലേ എന്ന് പറയാം. അപ്പോൾ സുഹൈബ് റൂമി അതിനെ എതിർക്കാറുണ്ട്. ഞാൻ അറബിയാണ്, ഞാൻ റോമക്കാരനല്ല. സുരിഖ്തു വാനസബി, ഞാൻ കുട്ടിയായിരിക്കെ മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നത്. അതായത് റോമക്കാർ ഇറാഖിലെ മൂസിൽ ദേശം ആക്രമിച്ചപ്പോൾ സുഹൈബിൻ റൂമി കുട്ടിയാണ്. അന്നത്തെ കാലത്ത് ഇതാണ്, ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുക, ഒരു ജനവിഭാഗം മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുക. എന്നിട്ട് ആ അക്രമത്തിന് എന്തൊക്കെ താണ്ഡവമാടാൻ പറ്റും അതൊക്കെ താണ്ഡവമാടുക. സ്വത്ത് കൊള്ളയടിക്കുക, സ്ത്രീകളെ കൊള്ളയടിക്കുക, കുട്ടികളെ റാഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് അന്നത്തെ പരിപാടി. അത് പിന്നെ അറേബ്യൻ ഗോത്രങ്ങളിലുണ്ടായിരുന്നു,
പിന്നെ ഇതര പിന്നെ നാടുകൾ അറേബ്യൻ ഗോത്ര നാടുകൾക്ക് നേരെ നടത്തിയിരുന്നു. അങ്ങനെ പലതും പല രീതിയിൽ അക്രമങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലം ജാഹിലിയത്തിൽ. അതാണ്. അപ്പോൾ ഈ സുഹൈബിൻ റൂമി കുട്ടിയായിരിക്കെ അദ്ദേഹത്തെ കുടുംബത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയിട്ട് റോമക്കാരെന്ത് ചെയ്താണ്? റോമയിൽ വളർത്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അറബിയല്ല സംസാരിക്കുന്നത്, റോമാൻകാരുടെ ഭാഷയാണ് സംസാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഇങ്ങനെ വാപ്പല്ലാത്തവരിലേക്ക് നിങ്ങളെ ചേർത്ത് പറയരുതെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്. ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറയും, 3 കാര്യങ്ങൾ നിങ്ങളുടേത് ഇസ്ലാമിൻ്റേതാണെന്ന് പറയും. 3 കാര്യങ്ങൾ. അപ്പോൾ എന്താ 3 കാര്യങ്ങൾ? ഒന്ന്, അദ്ദേഹം അബൂ യഹ്യ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ അബൂ യഹ്യ. കുഞ്ഞത്ത് ആരാ? കുഞ്ഞത്തുണ്ടല്ലോ, ഈ അബൂ യഹ്യ എങ്ങനെ കുഞ്ഞത്ത് വിളിക്കൽ? ഇപ്പോൾ അബൂ മുഹമ്മദ്, അബൂ അബ്ദില്ല അങ്ങനെ വിളിക്കൽ ആരാ? അത് ഇസ്ലാമിലാണ്. മറ്റു മതങ്ങളിൽ അങ്ങനെയല്ല, കുഞ്ഞത്ത് വിളിക്കൂല. ഇദ്ദേഹത്തെ അബൂ യഹ്യ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ മറ്റൊന്ന്, ഇദ്ദേഹം ഭയങ്കരമായിട്ട് ചിലവഴിക്കായിരുന്നു. ദാനധർമ്മങ്ങളിൽ ഖ്യാതി നേട്ടാളായിരുന്നു ആര്? സുഹൈബിൻ റൂമി. അത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് ഉമർ പറയും. പിന്നെ 3-മത്തേത്, അദ്ദേഹം അന്നമീർ ബിൻ ഖാസിത്ത് എന്നവരിലേക്കാണ് ചേർത്തിരുന്നത്. ഇസ്ലാമിൽ എന്ത് ചെയ്യും? കുടുംബം തറവാട് ഉണ്ടല്ലോ, അതിലേക്ക് ചേർക്കും. ഒന്നുകിൽ ഹാഷിമിയാണ്, അല്ലെങ്കിൽ മഖ്സൂമിയാണ്, അല്ലെങ്കിൽ ഫിഹിരിയാണ്, അല്ലെങ്കിൽ സുഹരിയാണ്, അല്ലെങ്കിൽ തൈമിയാണ്, തമീമിയാണ്. ഇങ്ങനെ കുടുംബം എന്ത് ചെയ്യും? തറവാട്ടിലേക്ക് ചേർത്തിട്ട് അങ്ങനെയാണ്. ആ 3 കാര്യങ്ങൾ ഇസ്ലാമികമായിട്ടുള്ളത് നിങ്ങളിലുണ്ട് എന്ന് ഉമർ പറയുമ്പോൾ അദ്ദേഹം പറയും, ഇദ്ദേഹം സുഹൈബ് ഇബ്നു സിനാൻ ഇബ്നു മാലിക്, ഇദ്ദേഹം അറബി പിതൃപരമ്പരയുള്ള ഇബ്നു അബ്ദു അമ്ര ഇബ്നു അഖീൽ. ഇങ്ങനെ ഇത് സുഹൈബ് റൂമിൻ്റെ പിതൃപരമ്പര അന്നബിർ ബിൻ ഖാസിത്ത് എന്ന് പറയുന്ന അറേബ്യൻ ഗോത്രത്തിലേക്ക് ചെന്ന് ചേരുന്നതാണ്. അപ്പോൾ സുഹൈബ് റളിയല്ലാഹു തആല പറയാണ്, ഞാൻ അറബിയാണ്, എന്നെ റോമക്കാരെന്ത് ചെയ്തു? മോഷ്ടിച്ചു കൊണ്ടുപോയി റോമയിൽ വളർത്തി. അതുകൊണ്ടാണ് ഞാൻ റോമ ഭാഷ സംസാരിക്കുന്നത്. എൻ്റെ കുടുംബം ചെന്ന് ചേരുന്നത് അന്നമീർ ബിൻ ഖാസിത്ത് എന്ന് പറയുന്ന അറേബ്യൻ തറവാട്ടിലേക്കാണ്. പിന്നെ ഞാൻ കൂടുതൽ ദാനം ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഫഹുവ യുഖ്ലിഫു, ചിലവഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലവഴിക്കുന്നവർക്ക് വീണ്ടും നൽകും എന്ന് പറഞ്ഞില്ലേ, അഭിവൃദ്ധി നൽകും എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ ചിലവഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖിയാറുക്കും മൻ അത്അമ അത്അം, ഭക്ഷണം നൽകുന്നവനാണ് നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠൻ, അതുകൊണ്ടാണ് ഞാൻ ചിലവഴിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ അബൂ യഹ്യ എന്ന് ഞാൻ വിളിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ അബൂ യഹ്യ എന്ന് വിളിച്ചത് കൊണ്ടാണ്. നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് അബൂ യഹ്യ എന്ന് പേരിട്ടത്, കുഞ്ഞത്തിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വാപ്പമാരല്ലാത്തവരിലേക്ക് ചേർത്ത് വിളിക്കുക എന്നുള്ളതുണ്ടല്ലോ, ഇസ്ലാമിൽ വലിയ പാതകമാണ്. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം സുഹൈബുർ റൂമി എന്നറിയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അന്നമീർ ബിൻ ഖാസിത്ത് എന്ന അറേബ്യൻ ഗോത്രത്തിലുള്ള ആളാണ്, ഞാൻ അറബിയാണെന്ന് പറയുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, ലാ തദ്ദഈ ഇലാ ഗൈരി അബീ, നിങ്ങളെ വാപ്പല്ലാത്തവരിലേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ചേർക്കരുത്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ വിഷയമാണ്. അല്ലാഹു പറഞ്ഞത് ഉദ്ഉഹും ലി ആബാഇഹിം, വാപ്പമാരിലേക്കാണ് ചേർത്ത് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏതായാലും അവിടെ പിന്നെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദത്തുപുത്ര സമ്പ്രദായം വിരോധിച്ചതിന് ശേഷം പിന്നെ എന്താണ് നിലപാട്? അത് ഉദ്ഊഹും, ഈ ദത്തുപുത്രന്മാരെ നിങ്ങൾ ചേർത്ത് വിളിക്കണം, ലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിലേക്ക്. ഹുവ, അങ്ങനെ ബാപ്പന്മാരിലേക്ക് മക്കളെ ചേർത്ത് വിളിക്കുക എന്നുള്ളതാണ് അഖ്സത്തു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അഖ്സത്ത്, ഏറ്റവും നീതിപൂർവമായത്. അഖ്സത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഖസ്തുണ്ട്, ഒരു പ്രത്യേകതയുള്ള ക്രിയയാണത്. ഖിസ്ത് ഉണ്ട്. ഖിസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? വ അഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, എന്താ ഖിസ്ത്? നീതി. അഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, നിങ്ങൾ തൂക്കം നീതിയിൽ നീതിപൂർവമാക്കണം എന്ന് പറഞ്ഞേ ഖിസ്ത്. ഖസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രമം എന്നർത്ഥം. ഇത് ക്രമാണെങ്കിൽ ഇത് അക്രമമാണ്. ഖസ്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറു ബിൽ ഖിസ്തി വയൻഹാ അനിൽ ഖസ്തി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറു ബിൽ ഖിസ്ത്, ഖിസ്ത് കൊണ്ട് കൽപ്പിക്കുന്നു. ഖിസ്ത് എന്താ? നീതി. വയൻഹാ അനിൽ ഖസ്ത്, ഖസ്ത് വിരോധിക്കുന്നു. ഖസ്ത് എന്താ? ഖസ്ത് അനീതി, അക്രമം. ഖിസ്തും ഖസ്തും നോക്കിയൊരു കെസറിൻ്റെ ഫതഹിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, നേരെ വിപരീതാർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഖ്സിതു വലാ യഖ്സിതു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഖ്സിതു വലാ യഖ്സിതു. എന്താ അല്ലാഹു യുഖ്സിതു എന്ന് പറഞ്ഞാൽ അല്ലാഹു നീതി പ്രവർത്തിക്കും. വലാ യഖ്സിതു, എന്താ വലാ യഖ്സിതു? അനീതി പ്രവർത്തിക്കൂല. വ്യത്യാസം നോക്കിയേ, യുഖ്സിതു
യഖ്സിതു, നേരെ വ്യത്യാസം. അർത്ഥത്തിനൊക്കെ നേരെ വിപരീതമായിട്ട്. അമ്മൽ ഖാസിത്തൂൻ ഫകാനു ലി ജഹന്നമ ഹതബ. എന്താ അമ്മൽ ഖാസിത്തൂൻ? ഖാസിത്തൂൻ അക്രമികൾ, അവർ നരകത്തീന് വിറകാണെന്ന് പറഞ്ഞത്. ഖാസിത്തൂൻ നല മുഖ്സിത്തൂൻ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്സിത്ത് ഖാസിത്ത് ഒരേ കണ്ടോ ഹർഫുകളാണ്, ഹർക്കത്തിലാണ് വ്യത്യാസമുള്ളൂ, നേരെ വിപരീതാർത്ഥമാണ്. അറബി ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഭാഷ അറിയേണ്ടുന്നതിൻ്റെ അനിവാര്യത. അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും അക്സത്താവും. അക്സത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൊവ്വായത്, നീതിപൂർവകമായത്, ഏറ്റവും ഉത്തമമായത് അതാണ് എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലികും. എന്താ ഫഇൻ ലം തഅലമൂ ആബാഅഹും, നിങ്ങൾക്ക് അവരുടെ പിതാക്കളെ അറിയുന്നില്ല എങ്കിൽ ഫൗൽ ഫസിഹ ഇല്ലം തഅലമൂ, നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ ആബാഅഹും അവരുടെ പിതാക്കളെ. അങ്ങനെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാ വാപ്പാരെ അറിയാതിരിക്കുക? എങ്ങനെ വാപ്പാരെ എങ്ങനെ അറിയാതിരിക്കൽ? എവിടെയൊക്കെ എങ്ങനെ അറിയാതിരിക്കുന്ന കേസ് വരും? അതായത് വിദേശ നാടുകളിലൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഈ യുദ്ധങ്ങളാണല്ലോ അതൊക്കെ പലപ്പോഴും ഇത് കൊണ്ടുവരിക. ഒരു നാടിനോട് യുദ്ധം ഉണ്ടായി, ആ നാട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്ന ബന്ദികൾ അല്ലേ, അവർ പിന്നെ മറുനാടുകളിലായിട്ടുണ്ടെങ്കിൽ വാപ്പാരെ അറിയാത്ത അവസ്ഥകൾ വരും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലുതായിട്ടുണ്ടെങ്കിൽ ഫൈലം തഅലമു ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലികും, അവരുടെ പിതാക്കളെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ. എന്തുകൊണ്ട് എങ്ങനെ പിതാക്കളെ അറിയാതിരിക്കുക എന്നുള്ള വിഷയം പറഞ്ഞേ. അങ്ങനെ പിതാക്കൾ ആര് എന്ന് ചേർത്ത് പറയാൻ അറിയാത്ത അവസ്ഥയാണ് എങ്കിൽ നമ്മൾ ഇസ്തിൽഹാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഹൈക്ക് ഇസ്തിൽഹാക്ക് എന്താ? സംശയമുണ്ട്, സംശയാസ്പദമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ വിഷയത്തിൽ ഒരാളിലേക്ക് ചേർക്കാം എന്ന് പറഞ്ഞത്. ഉമർ ചേർത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചേർത്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇത് ആരാന്നറിയല്ല, അങ്ങനത്തെ അവസ്ഥയിൽ പിതാവ് ആരാ എന്ന് അറിയാത്ത അവസ്ഥയാണ് എങ്കിൽ ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലികും, ഫഇഖ്വാനുകും അങ്ങനെ പിതാക്കൾ ആരെന്നറിയാത്ത അവസ്ഥയിലാണ് എങ്കിൽ അപ്പോൾ ഇഖ്വാനുകും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു. ഇഖ്വാൻ ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ. അഖുൻ ഇഖ്വാൻ സഹോദരങ്ങൾ. ഇഖ്വത്തുൻ എന്ന് പറയും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. അതുപോലെ ഇഖ്വാനും സഹോദരങ്ങളാണ്. ഫഇഖ്വാനുകും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. മവാലിക്കും, മവാലിക്കും നിങ്ങളുടെ മൗല എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മവാലി. അതിൻ്റെ ബഹുവചനം മവാലി. മവാലി എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ. വല വലായിൽ നിന്നാണ് മവാലി, മൗല മവാലി. രണ്ട് തരം വല ഇസ്ലാമിലുണ്ട്. അത് രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. ഒന്ന് തഹാലുഫിൻ്റെ വല എന്ന് പറയും. തഹാലുഫ് എന്ന് പറഞ്ഞാൽ സഖ്യം എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ വലാഇത്ഖ് എന്ന് പറയും. അടിമ മോചനം നടത്തിയാലുണ്ടാകുന്ന വലാ. അടിമമോചനം നടത്തിയാലുള്ള വലാ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് ഇസ്ലാമിൽ കർമ്മശാസ്ത്രത്തിൽ ഒരു പ്രത്യേക വിഷയമാണ്. പിന്നെ തഹാലുഫിനാലുള്ള വലാ എന്ന് പറയും, അത് വേറൊരു വിഷയമാണ്. രണ്ടും സുന്ദരമായ ഓരോ വിഷയമാണ് നമ്മുടെ ദീനിൽ. ഇവിടെ തഹാലുഫിൻ്റെ വലാ എന്നാണ് പറയുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനിൽ ഇവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമവാലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹലീഫുകളാണ്. ഹലീഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയില്ല നമ്മൾ, നിങ്ങളുമായി സൗഹൃദത്തിലുള്ളവർ എന്നൊക്കെ അർത്ഥത്തിൽ. ഇത് രണ്ടും ഞാൻ പറയാം, തഹാലുഫും എഴുത്തുക്കും പറയാം. കാരണം അതൊക്കെ നമുക്കൊരു നമ്മുടെ ദീനിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാനുള്ള സുന്ദരമായ ചില വിഷയങ്ങളാണത്. സമയത്ത് പറയാം. ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലിക്കും. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പല അപകടങ്ങളും ഉണ്ടായില്ലേ. ചിലരെന്ത് ചെയ്യും, ഈ ഭാര്യമാർ ഭർത്താക്കന്മാർ പേര് ചേർത്ത് പിന്നെ അതങ്ങനെ പാസ്പോർട്ടിൽ വരെ വരും. അത് ശരിക്കും പാടുള്ളതല്ല, വാപ്പാരിലേക്കാണ് ചേർത്ത് വിളിക്കേണ്ടത്. ചിലപ്പം ഇപ്പം ഈ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ച് ഒന്നുകിൽ വേർപാട്, വിരഹം, മരണം, അല്ലെങ്കിൽ തലാഖ് തുടങ്ങി വേർപാടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര നൂലാമാലകളാണ്. വേറെ ആളെ കല്യാണം കഴിക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മക്കളെ വാപ്പാരിലേക്ക് ചേർത്ത് വിളിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇസ്ലാമിലുള്ളതും. വാപ്പാരെ അറിയപ്പെടാത്ത അവസ്ഥയാണെങ്കിൽ ഇഖ്വാനുകും ഫിദ്ദീൻ, ദീനിൽ നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഹാദാ അഖി, ഇതെൻ്റെ സഹോദരനാണ്. അല്ലെങ്കിൽ ഹാദാ മൗല, ഇതെൻ്റെ മൗലയാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ മൗല എന്നുള്ളതിനൊരു സുഹൃത്ത്, ഞാനുമായി സ്നേഹബന്ധമുള്ളവൻ എന്നൊക്കെ അർത്ഥം. എന്തായാലും മൗലന്മാർ രണ്ടുണ്ട്.
തഹാലിഫിനാൽ മൗലമാർ, ഒയ്ത്തിക്കിനാൽ മൗലമാർ, നമുക്ക് പറയാതെ നല്ല ചില ഒരു വിഷയങ്ങളാണത്. എന്താണതെന്നുള്ളത് പറയാം. വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅതും ബിഹി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുകും. വലൈസ അലൈക്കും ജുനാഹുൻ. വലൈസ അലൈക്കും ജുനാഹുൻ, ജുനാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, നിങ്ങൾക്ക് തെറ്റില്ല. വലൈസ അലൈക്കും, നിങ്ങളുടെ മേൽ ഇല്ല. ജുനാഹുൻ, യാതൊരു തെറ്റും. ഇസ്മുൻ, യാതൊരു തെറ്റുമില്ല. ഇവിടെ യാതൊരു തെറ്റും തന്നെ അർത്ഥം പറയണം. കാരണം ജുനാഹുൻ എന്നുള്ളത് അലിഫ്ലാമില്ല, നക്കിറയാണ്. അൽ ജുനാഹ് എന്നല്ല പറഞ്ഞത്, പിന്നെ ജുനാഹു എന്നാണ്. അതിവിടെ ലൈസ നിരാകരണമാണ്. അതിൻ്റെ സന്ദർഭത്തിൽ വന്നപ്പോൾ യാതൊരു ജുനാഹുമില്ല, തെറ്റുമില്ല. ഏതിൽ? ഫീമ അഖ്തഅതും ബിഹി. ഫീമ അഖ്തഅതും ബിഹി, ഫീമ അഖ്തഅതും ബിഹി, നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതിൽ, അബദ്ധം സംഭവിച്ചതിൽ. ഫീ മാ, മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്. ഫീ മാ, യാതൊന്നിൽ യാതൊരു തെറ്റുമില്ല. അഖ്തഅതും ബിഹി, ആ യാതൊന്നിൽ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതിൽ യാതൊരു കുഴപ്പമില്ലെന്നാണ്. അവിടെ മാ പ്രയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് അബദ്ധമായി സംഭവിച്ചത് എന്തുണ്ടോ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, മാ അഖ്തഅതും ബിഹി, നിങ്ങൾക്ക് അബദ്ധത്തിൽ വന്ന വീഴ്ചകൾ, തെറ്റുകൾ, അതിൽ യാതൊരു കുഴപ്പമില്ല, കുറ്റവുമില്ല എന്നാണ്. ഈനിൽ ആദർശത്തിൽ സഹോദരങ്ങളാണ്. വാപ്പാരെ അറിയില്ല എങ്കിൽ പിന്നെ നമ്മളുടെ കീഴിലൊരാളുണ്ട്, ഇതുവരെ നമുക്ക് ദത്തുപുത്രനാണ്. ഇത് നമ്മൾ പറയേണ്ടത് എന്താണ്? ഹാദ അഹി എന്നാണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനെ വിളിച്ചിരുന്നത് ഇബ്നി എന്നാണ്. ഇബ്നി, എൻ്റെ മകൻ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഈ ആയത്തിറങ്ങിയപ്പോൾ ഹാദ അഹി വ മൗലായ എന്നാണ് പറഞ്ഞത്. ഇതെൻ്റെ അഹാണ്, എൻ്റെ മൗലയാണെന്നാണ് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? അഹി സെയ്ദ്, മൗലായ സെയ്ദ് എങ്ങനെ പറഞ്ഞിരുന്നത്? മനസ്സിലായോ? ആദർശത്തിൽ സഹോദരൻ, അല്ലെങ്കിൽ ഹലീഫ്, മൗല. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? വലൈസ അലൈക്കും ജുനാഹ്, നിങ്ങൾക്ക് യാതൊരു തെറ്റുമില്ല. ഫീമാ അഖ്തഅതും ബിഹി, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധം പണഞ്ഞിട്ടുണ്ടെങ്കിൽ. അഖ്തഅ എന്നുള്ളത് നമ്മളിവിടെ അഖ്സത പറഞ്ഞ പോലെ തന്നെയാണ്. അഖ്തഅ എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ തെറ്റ് വന്നു. ഖതഅ എന്ന് പറഞ്ഞാലോ, ഖതഅ എന്ന് പറഞ്ഞാൽ ബോധപൂർവം തെറ്റ് വന്നു. അഖ്തഅ, ഖതഅ. വലാകിൻ, എന്നാൽ എപ്പോഴാണ് ജുനാഹ് കുറ്റം? വലാകിൻ, എന്നാൽ കുറ്റം. മാ തഅമ്മദത് ഖുലൂബുക്കും, മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ബോധപൂർവം ആക്കിയതിലെല്ലാം നിങ്ങൾക്ക് കുറ്റമുണ്ട്. മാ തഅമ്മദ, തഅമ്മദ എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചെയ്തു, ബോധപൂർവം ചെയ്തു. തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ കൽബുകൾ ബോധപൂർവം ചെയ്ത തെറ്റുകൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിങ്ങൾക്ക് കുറ്റമുണ്ട്. എന്താ ഈ പറഞ്ഞേ? ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാന ഉദ്ദേശം എന്താണ്? അബദ്ധത്തിൽ ചെയ്തതിലൊന്നും നിങ്ങൾക്ക് യാതൊരു കുറ്റമല്ല, ബോധപൂർവം ചെയ്തതിലാണ് നിങ്ങൾക്ക് കുറ്റമെല്ലാം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറയുമ്പോൾ ഇതവിടെ വിഷയമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശം? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ അബദ്ധത്തിൽ വന്നു പോയതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആരാൻ്റെ മക്കളാണ്, അവരെ ദത്തുപുത്രന്മാരായി സ്വീകരിച്ചിട്ട് എൻ്റെ മകനാണ്, എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉദ്ദേശം. എന്നാൽ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇനി നിങ്ങൾ അവരെ മക്കൾ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ബോധപൂർവ്വം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്നാണ്. അതാണ് ഉദ്ദേശം എന്നാണ്. അതാണ് ഒരു വിഭാഗം പറഞ്ഞത്. പക്ഷേ അതല്ല ശരി. ശരി എന്താണെന്ന് വെച്ചാൽ, ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായാലും ശേഷമായാലും അബദ്ധത്തിൽ നിങ്ങൾ ഇബ്നി എന്ന ആരാൻ്റെ മകനെ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല, ഒരു കുറ്റമല്ല. എന്നാൽ ബോധപൂർവ്വം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കുറ്റാണ്. അത് ആയത്ത് ഇറങ്ങിയതിന് ശേഷവും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഒരാൾ അന്യൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മകനാണെന്ന് വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാക്കട്ടെ, അതെന്താണ്? അതിന് അത് കുറ്റമാണ്. എന്നാൽ അബദ്ധത്തിൽ വിളിച്ചു പോയിട്ടെങ്കിൽ അതിലെന്തില്ല, ഒരു കുറ്റമല്ല. ചിലരെന്ത് ചെയ്യും? ഓമനിച്ചുകൊണ്ട് വിളിക്കും, സ്നേഹിച്ചുകൊണ്ട് വിളിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്നുണ്ട്. ഹുബ് നാൽ, അതേപോലെ തന്നെ തഹന്നുനാൽ, ആർദ്രതയാൽ എന്ത് ചെയ്യും? ഇബ്നി എന്ന് വിളിക്കും, എൻ്റെ മകനെ എന്ന് വിളിക്കൂല്ലേ? അത് ഇതിൻ്റെ പരിധിയിൽപ്പെടുക. ചിലർ പറഞ്ഞ അതാണ്. ഇവിടെ വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅതും ബിഹി, നിങ്ങൾ അബദ്ധത്തിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ആരാൻ്റെ മക്കളൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം എൻ്റെ മകനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കൂലേ, ഇബ്നി എന്ന് പറഞ്ഞ് വിളിക്കൂലേ? അങ്ങനെ വിളിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട്. അത് വേറൊരു വിഷയമാണ്. ഇവിടെ എന്താണ്? ഈ ദത്തുപുത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അബദ്ധത്തിലുള്ള വിളിയിലാണ് ഇവിടെ ഉദ്ദേശം. ഇത് ഫീമാ അഖ്തഅതും മാ തഅമ്മദത് ഖുലൂബുക്കും എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം വിളിക്കുന്നതാണ് ഉദ്ദേശം. പക്ഷെ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ചിരുന്നത് എങ്ങനെ?
യാ ബുനൈ എന്നാണ് വിളിച്ചിരുന്നത്. അനസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനും അല്ല, ദത്തുപുത്രനും ആയിരുന്നില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ വിളിയായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അനസ് തന്നെ പറയാണ്, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിരുന്നത് യാ ബുനൈ എന്നാണ്, എൻ്റെ മകനെ എന്നാണ്. അതേപോലെ ഒരു ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് മുത്തലിബ് ബിനു അബ്ദില്ല അൽ മഖ്സൂമി വന്നു എന്നാണ്. മുത്തലിബ് ബിനു അബ്ദില്ല അൽ മഖ്സൂമി വന്നു. അപ്പോൾ യാ ബുനൈ, ഉമ്മു സലമ വിളിക്കുകയാണ് ആരെ? മുത്തലിബിനെ. അവരുടെ മകനൊന്നുമല്ല, യാ ബുനൈ, എൻ്റെ മോനെ. അത് സ്നേഹത്തിൻ്റെ വിളിയാണ്. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അൻഫഖ ഇബ്ന ബിൻതൈനി ഔ ഉഖ്തൈനി ഔ ദവാതൈ ഖറാബത്തിൻ യഹ്സബു നഫഖത, അതായത് ഒരാൾ 2 പെൺമക്കൾക്ക് ചെലവിന് നൽകുകയാണ്, 2 സഹോദരിമാർക്ക് ചെലവിന് നൽകുകയാണ്, അല്ലെങ്കിൽ രക്തബന്ധമുള്ള 2 മഹദികൾക്ക് ചെലവിന് നൽകുകയാണ്, പിന്നെ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഔ യക്ഫിയഹുമ, അതായത് അവർക്ക് സ്വയം പര്യാപ്തത വരുന്നത് വരെ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യത നൽകുന്നത് വരെ ഒരാൾ അവർക്ക് ചെലവിന് നൽകുകയാണ് എങ്കിൽ ഈ 2 സ്ത്രീകളും ഇവർക്ക് പിന്നെ സിത്രമിനാർ, നരകത്തിൽ നിന്ന് മറയായിരിക്കും എന്ന് പറഞ്ഞു എന്നാണ് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് 2 പെൺമക്കൾക്ക്, അല്ലെങ്കിൽ 2 സഹോദരിമാർക്ക്, അല്ലെങ്കിൽ 2 രക്തബന്ധമുള്ള സ്ത്രീകൾക്ക് അവർ സ്വയം പര്യാപ്തം നേടുന്നത് വരെ ഒരാൾ ചെലവിന് നൽകുകയാണ് എങ്കിൽ ഈ സ്ത്രീകൾ ഇയാൾക്ക് സിത്രമിനാർ, നരകത്തിൽ നിന്ന് മറയായിരിക്കും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉമ്മു സലമ കേട്ടത് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ഈ മുത്തലിബിന്. അപ്പോൾ പറയുന്നത് എന്താണ്? യാ ബുനൈ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഉമ്മു സലമയെ ഇങ്ങോട്ട് വിളിക്കേണ്ടി, യാ ഉമ്മ ബല പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഏതായാലും അവിടെ ഈ യാ ബുനൈ എന്താ? എൻ്റെ മകനെ എന്നാണ് അനസിനെ വിളിച്ചിരുന്നത്, യാ ബുനൈ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു, റബീബായിരുന്നു ഉമർ ബിൻ സലമ. ഉമർ ബിൻ സലമ ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നത് എന്താ? യാ ബുനൈ സമ്മില്ല കുൽ ബിയമീനി വകുൽ മിമ്മാ യലീക് എന്നൊക്കെ പറയില്ലേ. അവിടെ യാ ബുനൈ എന്ന് പറഞ്ഞാൽ പറയുന്നത് എൻ്റെ മോനെ. അവിടെ റസൂലുള്ളാഹിൻ്റെ മോനല്ല, ആര്? ഉമർ ബിൻ അബി സലമയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്നേഹവാത്സല്യത്തിൽ ഇങ്ങനെ വിളിക്കും മറ്റുള്ളവരുടെ മക്കളെ എൻ്റെ മോനെ എന്ന അർത്ഥത്തിൽ. അത് ഇവിടെ എന്തല്ല ഉദ്ദേശമല്ല. ഇവിടെ ഉദ്ദേശം ഈ ദത്തുപുത്രന്മാരായിട്ട് ഗണിച്ചിട്ടുള്ള വിളിയാണ്. അതിൽ അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈസ അലൈക്കും ജുനാഹുൻ, ഒരു കുഴപ്പമില്ല. വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും. മനസ്സിലായില്ലേ? അൽ ഖതഅ വൽ അംദ്. ഖതഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിൽ വരുന്ന തെറ്റുകളാണ്. അംദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധപൂർവം ചെയ്യുന്നതാണ്. പാടുള്ളതല്ല. സ്വന്തം പുത്രന്മാർക്കുള്ള അവകാശം നൽകിയിട്ട് ഒരിക്കലും മക്കളെ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ദത്തുപുത്ര. സ്വന്തം മകന് ഞാൻ പറഞ്ഞില്ല അനന്തരം കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ ഭാര്യ പിന്നെ എങ്ങനെ പിന്നെ ഉമ്മയായിട്ട്, അതേപോലെ തന്നെ വിവാഹബന്ധമൊക്കെ പാടില്ലാത്ത നിലക്ക്, അത് പാടുള്ളതല്ല ഇസ്ലാമിൽ. അങ്ങനെ പിന്നെ ഒരു പുത്രനായി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സ്വീകരിക്കുക, എന്നിട്ട് ഭാര്യനെ കൊണ്ട് പാൽ കുടിപ്പിക്കുക. ഇനി ഭാര്യ പ്രസവിച്ചിട്ടില്ല, അവർക്ക് പാലില്ലെങ്കിൽ കൃത്രിമ പാലുണ്ടാക്കാൻ പറ്റും, കൃത്രിമമായിട്ട് പാലുണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ല? അങ്ങനെ പാലുണ്ടാക്കിയിട്ട് കൊടുത്താലും മതി. ഒരു സ്ത്രീ പ്രസവിച്ചിട്ടില്ല, അവർക്ക് പാലില്ല, പക്ഷേ അവർക്ക് കൃത്രിമമായിട്ട് പാല് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ആധുനിക സംവിധാനത്തിൽ അതിനൊക്കെ ഇതുണ്ടല്ലോ. എന്നിട്ട് പാൽ കൊടുത്താലും എന്തായി? അവരുടെ മകനായി. 5 പ്രാവശ്യം ഇതിന് വിശപ്പും മറുവളം പാൽ കൊടുക്കണം എന്നേ ഉള്ളൂ കുട്ടിക്ക്. അങ്ങനെ ആയാൽ അയാളുടെ മകനായി മുലകുടി ബന്ധത്തിൽ, ഈ സ്ത്രീയുടെ മകനായി മുലകുടി ബന്ധത്തിൽ, ഈ കുട്ടി സ്ത്രീ ഉമ്മയായി, മുലകുടി ബന്ധത്തിൽ ഉമ്മയായി. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഒരു വിഷയമുണ്ട്, നിങ്ങളിന്ന് ഉണർത്തണം. പിന്നെ ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. ബിഇദ്നില്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.